വീട് വിറ്റിട്ടാണോ അച്ഛൻ എനിക്ക് സന്തോഷം വാങ്ങിത്തരാൻ ശ്രമിച്ചത്? അങ്ങനെ നിങ്ങളുടെ കണ്ണീര് വീഴ്ത്തിയിട്ട് എനിക്ക് ആ സന്തോഷം വേണ്ട അച്ഛാ. നിങ്ങളെ കുറിച്ച് ഓർത്ത് കണ്ണു നിറയാത്ത ഒരു ദിവസം പോലും ഇല്ല, അറിയോ അച്ഛന്? ഇതാണോ അച്ഛനിപ്പോ പറഞ്ഞ എന്റെ സന്തോഷം? ഞങ്ങൾ രണ്ടാളും ലോകത്തെവിടെയാണെങ്കിലും എല്ലാ നിമിഷവും മോളെ കുറിച്ചുള്ള ചിന്തയാണ് ഞങ്ങളുടെ മനസ്സിൽ. അതുകൊണ്ട് മോൾ ഒരുപാട് ദൂരെയാണെന്ന ചിന്ത ഞങ്ങൾക്ക് രണ്ടാൾക്കുമില്ല. പിന്നെ പൈസയും കത്തും എഴുതി വെച്ചിട്ട് ഒരു ഭീരുവിനെ പോലെ ഒളിച്ചോടിയത് വേറൊന്നും കൊണ്ടല്ല മോളെ. മോളെ ചിരിച്ചുകൊണ്ട് യാത്രയാക്കാൻ വേണ്ടിയാ. അറിഞ്ഞാൽ മോള് സമ്മതിക്കില്ലെന്ന ഭയമുണ്ട്. അച്ഛനിപ്പോ ഒരു അപരിചിതനോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നത്. എന്നോടാണോ അച്ഛനിതൊക്കെ പറയുന്നത്? നിങ്ങൾ രണ്ടാളും ഞങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിക്കരുത്. അതിനാണ് അച്ഛൻ പറഞ്ഞത്. സമയവും സന്ദർഭമാകുമ്പോ അച്ഛനും അമ്മയും വരും. നാളെ അഷ്ടമിയാണ്, അത് ഓർമ്മിപ്പിക്കാനാ ഇപ്പൊ ഞങ്ങൾ വിളിച്ചത്. മോള് നല്ലപോലെ ശ്രദ്ധിക്കണം. അന്യവീട എല്ലായ്പ്പോഴും മോളുടെ പ്രവൃത്തികള് അവരംഗീകരിച്ചൊന്നും വരില്ല. അത് മോൾ ശ്രദ്ധിച്ചാ മതി. അതുമാത്രമല്ല, മോൾ അവിടെ സന്തോഷമായിരിക്കും എന്നറിഞ്ഞാല് അച്ഛനും അമ്മയ്ക്കും ഇവിടെ സന്തോഷമായിരിക്കാൻ പറ്റൂ. അച്ഛൻ പറഞ്ഞത് മനസ്സിലായില്ലേ മോൾക്ക്? മനസ്സിലായച്ച. ശരി മോളെ, എന്നാ ഫോൺ വെക്കട്ടെ. ഇങ്ങോട്ട് വിളിച്ചാൽ കിട്ടില്ല, ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചോളാം. അച്ഛ ഒരു മിനിറ്റ്, ഞാൻ രവി സാറിന് ഫോൺ കൊടുക്കാം. അത് വേണ്ട മോളെ. രവി സാറിനോട് സംസാരിക്കാനുള്ള ധൈര്യം ഇപ്പൊ അച്ഛനില്ല. ഏതോ ഒരു മനോധൈര്യത്തിൽ അച്ഛൻ ഇപ്പോഴെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വിട്ടുപോയാൽ പിന്നെ അച്ഛനെ കൊണ്ടൊന്നും സാധിച്ചെന്ന് വരില്ല. സ്വന്തം കാലിൽ നിലയുറപ്പിച്ചിട്ട് സാറിനെ അച്ഛൻ നേരിൽ കണ്ട് മാപ്പ് പറയണം. ഇപ്പോ അതിനുള്ള ധൈര്യമില്ല മോളെ. അതുകൊണ്ടാ നിന്നോട് തന്നെ ജാള്യതയോടെ അച്ഛൻ സംസാരിക്കുന്നത്. കൂടുതൽ സംസാരിച്ചാൽ ശരിയാവില്ല മോളെ. അച്ഛൻ ഫോൺ വയ്ക്കുക. ശരി അച്ഛ. സാറിപ്പോ എന്റെ കൂടെ ഇല്ല, ഞാൻ സാറിനോട് പറഞ്ഞേക്കാം. സാർ, അത് ഇങ്ങോട്ടൊന്നും പറയണ്ട, എല്ലാം എനിക്ക് മനസ്സിലാവും. ഇനി ഞാനായിട്ടൊന്നും പറഞ്ഞ് സമാധാനിപ്പിക്കേണ്ട കാര്യമില്ല അല്ലേ? അച്ഛനോടും അമ്മയോടും സംസാരിച്ചപ്പോ ശ്രീലക്ഷ്മിയുടെ കണ്ണുകളിൽ ഞാൻ ഇതുവരെ കാണാത്ത സന്തോഷവും ഞാനിപ്പോ കണ്ടത്. സത്യമല്ലേ? അതെ സർ, എനിക്ക് ഒരുപാട് സന്തോഷായി. മനസ്സിൽ നിന്നും എന്തോ ഒരു ഭാരം ഇറക്കി വെച്ചതുപോലെ, നഷ്ടപ്പെട്ട എന്തൊക്കെയോ തിരിച്ചു കിട്ടിയതുപോലെ. ഞാൻ കണ്ടതിൽ ഈ ലോകത്തിലെ ഏറ്റവും നല്ല അച്ഛനും അമ്മയെ ശ്രീലക്ഷ്മിക്ക് ദൈവം തന്നിരിക്കുന്നത്. ഉടൻ തന്നെ അവര് ശ്രീലക്ഷ്മിയെ കാണാനായിട്ട് ഇവിടെ വരും, അതുറപ്പ്. വേണമെങ്കിൽ താൻ എന്നെ കെട്ടിപ്പിടിച്ചൊന്ന് കരഞ്ഞോ. ഇനി മേലിൽ അവരുടെ പേരിൽ തന്റെ കണ്ണു നിറയരുത്. ഇതോടെ കരഞ്ഞ് തീർത്തോണം. എന്താ രേഖ? എന്താ രേഖ? എന്തു പറ്റി? എന്താ എന്തു പറ്റി? എന്തു പറ്റി? അങ്ങോട്ട്
പോരുത്. ഏയ് അനിയത്തിക്കുട്ടി പേടിക്കാതെ. എന്തെങ്കിലും കണ്ട് പേടിച്ചോ? പറയ്, എന്താ അവിടെ കണ്ടത്? ബ്രദറല്ലോ, ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ അവിടെ അവിടെ ഒരാള്. ജിഡി ജയിലിൽ ചാടി. ആണോ? ആര്? ഇവിടെ ആര് വരാൻ? നിനക്ക് തോന്നിയതായിരിക്കും രേഖ. അല്ല, റോഡിൽ കൂടെ ആരെങ്കിലും പോയതായിരിക്കും. ഞാൻ പോയി നോക്കാം. രഘു, അങ്ങോട്ട് പോവല്ലേ. അയാളുടെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടതാ. ലൈക്ക് എ സ്നൈപ്പർ ഗൺ. വാട്ട്? രഘു വേണ്ട, പേടിക്കണ്ട അനിയത്തിക്കുട്ടി. അനിയത്തിക്കുട്ടിക്ക് തോന്നിയതാവും. ആ, മാത്രമല്ല സ്നൈപ്പേഴ്സ് എന്തിനാ നമ്മളെ എയിം ചെയ്യുന്നത്? അനിയത്തിക്കുട്ടി എന്തോ കണ്ട് പേടിച്ചതാ, അല്ലാതെ അവിടെ എങ്ങും ആരുമില്ല. അതെ മോളെ, മോള് പേടിക്കണ്ട, തോന്നിയതാവും. റിലാക്സ് രേഖ, റിലാക്സ്. പേടിക്കണ്ട. ചേട്ടായി പറഞ്ഞത് ശരിയാ. സ്നൈപ്പേഴ്സ് എന്തിനാ നമ്മുടെ നേരെ തോക്കുകൊണ്ടുന്നത്? മാത്രമല്ല, അവര് മറഞ്ഞിരുന്നേ എയിം ചെയ്യും. രാത്രിയിൽ ചില നിഴലുകൾ കണ്ടാല് ആളുകൾ നിൽക്കുന്നത് പോലെ തോന്നൂ. ലക്ഷ്മി, രേഖയെ കൂട്ടിക്കൊണ്ടു. വരൂ. നിങ്ങൾ പോയിക്കോളൂ, പോയി കിടന്നോളൂ, ഒന്നുമില്ല. ജിഡി വരവ് അറിയിച്ചു. ഇതവന്റെ പണിയാണ്. നിഴലാട്ടം. വീട് മുറ്റം വരെ നീ തേടി വന്ന സ്ഥിതിക്ക് നമ്മൾ ഉടനെ ഒന്ന് കാണുന്നുണ്ട് ചെയ്യും. നിനക്ക് കൂടുതൽ അറിയാവുന്ന, ഞാൻ തന്നെ മറക്കാൻ ശ്രമിക്കുന്ന ആ പഴയ രവിചന്ദ്രവർമ്മനെ നീ വീണ്ടും കാണാൻ പോകുന്നു. ലെറ്റ്സ് സ്റ്റാർട്ട് യുവർ കൗണ്ട് ഡൗൺ. നീ എന്താ രാവിലെ ഇവിടെ വന്നിരിക്കുന്നത്? നിന്നെ കാത്തിരുന്നത്. എന്നെ കാത്തിരുന്നു? അതിന് മാത്രം എന്താ വിശേഷം? വിശേഷങ്ങളല്ലേ ഉള്ളൂ ഇപ്പോ. എനിക്ക് കുറച്ച് ഗീതോപദേശം വേണോ ഇപ്പോ? ഇന്നലെ രാത്രി അങ്ങനെ ആയിരുന്നല്ലോ പറഞ്ഞ് അവസാനിപ്പിച്ചത്. കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് മുഖം കാണിക്കാന്ന് കരുതി. അല്ല, എനിക്ക് മനസ്സിലാത്തോണ്ട് ചോദിക്കുക, എന്താ സാറിന്റെ ഉദ്ദേശം? എന്താ നിന്റെ തീരുമാനം? എന്തിനെ കുറിച്ച് സാർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാലല്ലേ എന്റെ തീരുമാനം പറയാൻ പറ്റുള്ളൂ. ഞാൻ ചോദിച്ചത് ജിഡിയുടെ കാര്യത്തെക്കുറിച്ച്. അവൻ ജയിൽ ചാടിയെന്നറിഞ്ഞപ്പോ മുതൽ എന്റെ സമാധാനം പോയതാ. എന്തിന്? നീ സമാധാനമായിട്ടിരിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ. രവി, നീ കരുതുന്നത് പോലെ ഈസി അല്ല കാര്യങ്ങൾ. അവൻ ജയിൽ ചാടിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരേ ഒരു ഇന്റൻഷൻ മാത്രമേ കാണൂ. നീ പറഞ്ഞതുപോലെ നിന്നെ ഇല്ലാതാക്കുക. ഇന്നല്ലെങ്കിൽ നാളെ അവൻ വരവറിയിച്ച് എന്തെങ്കിലും ഒരു സിഗ്നൽ തന്നിരിക്കും. എനിക്കത് ഉറപ്പാ. എക്സാക്ട്ലി, യു സെഡ് ഇറ്റ്. അവൻ വരവറിയിച്ച് കഴിഞ്ഞു രാജാ. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ അവിടെ അവിടെ ഒരാള്. അയാളുടെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടതാ. ലൈക്ക് എ സ്നൈപ്പർ ഗൺ. ഓ മൈ ഗോഡ്. Then why are you silent? നീ ഇപ്പോഴിതിനെ ലാഘവത്തോടെയാണ് കാണുന്നത്. അല്ലാതെ പിന്നെ ഇരുട്ടത്ത് വന്ന് പേടിപ്പിക്കുന്നതല്ല, ഞാൻ എന്തിനാ പേടിക്കുന്നത്? ഭയക്കണം രവി. ജിഡി ആയതുകൊണ്ട് ഭയക്കണം. വെളിച്ചത്തിൽ ഒളിച്ചിരിക്കുകയും ഇരുട്ടത്ത് ആക്രമിക്കുകയും ചെയ്യുന്നവനെ സൂക്ഷിക്കണം.
പേടിപ്പിക്കണമെന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ അവനുണ്ടാവൂ. അല്ലെങ്കിൽ നമ്മളെ ഒന്ന് മൊത്തത്തിൽ കുലുക്കുക. അതിനപ്പുറം അവനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കത് എങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും? പറ്റൂ. നാട് മുഴുവൻ പോലീസ് തിരയുന്നെടുക്കും. പട്ടാപ്പകൽ ഒരിക്കലും പെട്ടെന്നൊരു അറ്റാക്ക് നടത്താൻ മുതിരില്ല. നിനക്ക് ഞാൻ ഇനി അത് പറഞ്ഞു തരണോ? എടാ, അവൻ ഒളിവിലാണ്. അപ്പൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത്രയും ആളുകളും സെക്യൂരിറ്റീസും ഉണ്ടായിരുന്ന നിന്റെ വിവാഹത്തിന് അവൻ ബോംബോണ്ട് കയറി വന്നതോ? അതിന്റെ പകുതി ധൈര്യമേ ഇവിടെ അവൻ ആവശ്യമുള്ളൂ. ശരി, കം ടു ദ പോയിന്റ്. ഞാനിപ്പോ എന്ത് വേണമെന്ന് നീ പറഞ്ഞു വരുന്നത്? നീ എന്റെ സേഫ്റ്റി ഓഫീസറല്ലേ? നീ പറയുന്നത് കേട്ടല്ലേ പറ്റൂ. പിന്നെ പണ്ടത്തെ പോലെ ഒളിവിൽ താമസിക്കണമെന്നൊന്നും പറഞ്ഞേക്കരുത്. ഒളിവിലല്ല, പക്ഷെ മാറണം. നീ മാത്രമല്ല, കുടുംബം മുഴുവൻ വേറൊരു വീട്ടിലേക്ക്. ഇപ്പൊ താമസിക്കുന്ന വീട് ഒട്ടും സേഫ് അല്ല. സെക്യൂരിറ്റി പ്രോബ്ലംസ് ഒരുപാടുണ്ട്. വർമ്മൻ ഗ്രൂപ്പിന് ധാരാളം വീടുകളും ഗസ്റ്റ് ഹൗസുകളും ഒക്കെ ഉണ്ടല്ലോ. എവിടാന്ന് വെച്ചാൽ മാറാം. ഇന്നലെ രാത്രി ശരിക്കും ഇതുകൂടി പറയാനാണ് ഞാൻ വന്നത്. സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നീ എന്ത് ഭ്രാന്തായി പറഞ്ഞു വരുന്നത്? വീട് മാറാമല്ലോ. ഇറ്റ്സ് ഇമ്പോസിബിൾ. വൈ? രവി, എനിക്കറിയാം നിനക്ക് ആ വീടിനോടുള്ള അറ്റാച്ച്മെന്റ്, ആ മുറിയോടുള്ള അറ്റാച്ച്മെന്റ്. അത് നമ്മൾ മാറുന്ന വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അല്ല, ഞാൻ ചോദിക്കുന്നത് കൊണ്ട് നിനക്ക് വേറൊന്നും തോന്നരുത്. ആ മുറിയുടെ ആവശ്യം ഇനി നിനക്കുണ്ടോ രവി? ഇപ്പൊ രാജനന്ദനിക്ക് പകരം ഒരാൾ ആ വീട്ടിലുണ്ട്. ഇനിയും രാജനന്ദനിയുടെ ഓർമ്മകൾ നിന്നിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ല രവി. നീയും ശ്രീലക്ഷ്മിയും പുതിയൊരു ജീവിതം തുടങ്ങിയ സ്ഥിതിക്ക് ഇനി നിനക്കത് അധികപ്പറ്റാണ്. Why you talk like this? You don't know anything. അതെങ്ങനെ മറക്കാൻ പറ്റാ രാജാറാം? ഞാനും നീയും അനുഭവിക്കുന്ന ഓരോന്നും രാജനന്ദനിക്കും കൂടെ അവകാശപ്പെട്ടതാണ്. ആ വീട്, കാറ്, ബിസിനസ്, എന്തിന് നീ ചവിട്ട് നിൽക്കുന്ന ഈ മണ്ണിൽ പോലും അവൾക്ക് അവകാശമുണ്ട്. മറന്നിട്ടില്ലല്ലോ നീ പഴയതൊന്നും. ആ പഴയ അവസ്ഥയിൽ നിന്നും ഇന്നീ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അതിന് ആ ഒറ്റ പേരിന്റെ പിന്തുണയുള്ളതുകൊണ്ട് മാത്രം. രാജനന്ദിനി എന്നുള്ള ഒറ്റ പേര്. ഡോണ്ട് ഫോർഗെറ്റ് എനിത്തിങ് മാൻ. പിന്നെ തൽക്കാലം ഞാൻ എങ്ങോട്ടും മാറാൻ ഉദ്ദേശിക്കുന്നില്ല. സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞ് നീ കുറെ എണ്ണത്തിനെ എന്റെ പേരിൽ തീറ്റി പറ്റുന്നുണ്ടല്ലോ. അവരെ ഉപയോഗിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. നിനക്ക് എന്ത് വേണമെങ്കിലോ യു ഡിസൈഡ്. രവി, റിലാക്സ് ആവും. ഞാൻ വേറെതും കൊണ്ട് പറഞ്ഞതല്ല. പ്ലീസ്, യു ക്യാൻ ഗോ നൗ. രവി, വാ മുറിഞ്ഞ് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീംലി സോറി. പ്ലീസ്. ശരി, ഇപ്പൊ ഞാൻ പോകുന്നു. പക്ഷേ ഇന്നലത്തെ പോലെ ഇനിയൊരു ഇൻസിഡന്റ് ഉണ്ടായാൽ ഞാൻ ഇടപെടും. നീ എന്നെ തടയരുത്. അന്ന് ഞാൻ സംസാരിക്കുന്നത് സൗഹൃദത്തിന്റെ ഭാഷയിലാവില്ല. ഹായ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ടേക്ക് എ സീറ്റ്. ഐ എം സോറി, ഞാൻ ലേറ്റ് ആയെന്ന് തോന്നുന്നു. ഏയ് നോ സർ, യു ആർ ഓൺ ടൈം. ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നതാ സർ. Okay guys, what about new project? Any updates? സർ, രാജനന്ദിനി സിൽക്സിന്റെ ന്യൂ ഷോറൂമുമായി ബന്ധപ്പെട്ട മേജർ വർക്ക്സുകളെല്ലാം കംപ്ലീറ്റ് ആയി. ഇനി പബ്ലിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സ് മാത്രമാണ് പെൻഡിംഗ് ഉള്ളത്. ഷോറൂം ഓപ്പണിംഗിന് മുമ്പ് തന്നെ പബ്ലിസിറ്റി വർക്ക്സ് ഫിനിഷ് ചെയ്താൽ മാർക്കറ്റിലും ജനങ്ങളിലേക്കും രാജനന്ദിനി സാരീസിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. തുടക്കത്തിൽ തന്നെ നമുക്ക് നല്ല സെയിൽസും ലഭിക്കും. You're right, Shilashmi. Sandra, do you have any plan? സർ, സാധാരണ നമ്മൾ പുതിയ ബ്രാൻഡ്സ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചെയ്യാറുള്ളത് പോലെ തന്നെ
ഏതെങ്കിലും സെലിബ്രിറ്റീസിനെയോ ടോപ്പ് മോഡൽസിനെയോ വെച്ച് അഡ്വർടൈസ്മെന്റ് ചെയ്താൽ നന്നായിരിക്കുമെന്നാ എന്റെ ഒരു അഭിപ്രായം. അത് അവരുടെ തന്നെ ഫാൻ ഫോളോ പേജുകളിലൂടെ നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും പറ്റും. ഓക്കെ, സാൻഡ്രയും ശ്രീലക്ഷ്മിയും ഡിസ്കസ് ചെയ്ത് ഏത് സെലിബ്രിറ്റിയാണ് മോഡലായി വേണ്ടതെന്ന് തീരുമാനിക്കൂ. എത്രയും വേഗം പ്രൊമോഷൻ വർക്ക് തീർന്നാൽ നമുക്ക് ലോഞ്ചിങ് ഡേറ്റ് ഫിക്സ് ചെയ്യാം. ഷുവർ സർ. സർ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, എനിക്കൊരു സജഷൻ പറയാനുണ്ടായിരുന്നു. യെസ്, പറയൂ ശ്രീലക്ഷ്മി. നമുക്ക് ഈ പ്രൊമോഷൻ വർക്ക് ഒരു പുതിയ ആളെ വെച്ച് നടത്തിയാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു സെലിബ്രിറ്റി മോഡലാക്കി ഫോട്ടോഷൂട്ട് നടത്തിയാൽ എല്ലാവരുടെയും ശ്രദ്ധ സെലിബ്രിറ്റിയിലായിരിക്കും. നമ്മുടെ പ്രോഡക്റ്റിലേക്ക് ശ്രദ്ധ ആകർഷിക്കണമെങ്കിൽ നമ്മളൊരു ന്യൂ മോഡലിനെ വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ശ്രീലക്ഷ്മി മാഡത്തിന്റെ അഭിപ്രായം വളരെ ശരിയാണ് സർ. പരസ്യങ്ങളിലെല്ലാം നമ്മുടെ രാജനന്ദിനി സാരി ആയിരിക്കണം സെലിബ്രിറ്റി. അതെ, വെരി ഗുഡ് ഐഡിയ ശ്രീലക്ഷ്മി. യെസ് സർ, മാഡം പറഞ്ഞത് ശരിയാണ്. എന്ത് പറയുന്നു സാൻഡ്ര? ഓക്കെയാണ് സർ. ഗുഡ് തോട്ട് ശ്രീലക്ഷ്മി. താങ്ക്സ്. അനിയത്തിക്കുട്ടിക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, നമുക്കിത് ഫൈനലൈസ് ചെയ്യാം. എല്ലാവരും ശ്രീലക്ഷ്മി പറഞ്ഞ ഐഡിയ നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ ബ്രദറല്ലോ. ഇനിയിപ്പൊ ഞാനത് മാറ്റി പറഞ്ഞതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് എനിക്കും സമ്മതമാണ്. ഓക്കെ ശ്രീലക്ഷ്മി, യു ക്യാരി ഓൺ. താങ്ക് യു സർ. സർ, സോറി ഫോർ ദ ഇന്ററപ്ഷൻ. ഓ, വൺ മോർ തിങ്, എൻ്റെ ഒരു സജഷനാണ്. നമ്മൾ പുതിയ മോഡലിനെ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ സാർ? എന്തുകൊണ്ട് ശ്രീലക്ഷ്മി മാഡത്തിന് ആലോചിച്ചുകൂടാ? ശ്രീലക്ഷ്മിയെ മോഡലാക്കാനോ? അതെ രഘു സാർ, ശ്രീലക്ഷ്മി മാഡം സാരി ഉടുത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഐശ്വര്യമാണെന്ന് എൻ്റെ വൈഫ് എപ്പോഴും പറയാറുണ്ട്. രാജനന്ദിനീസിന്റെ ട്രഡീഷണൽ സാരി അണിഞ്ഞു നിൽക്കുന്ന ശ്രീലക്ഷ്മി മാഡത്തെ സ്ത്രീജനങ്ങൾ അവരുടെ മനസ്സിലേറ്റുമെന്ന കാര്യം ഉറപ്പാണ് സാർ. നമ്മുടെ ഓഫീസിലെ ലേഡി സ്റ്റാഫ്സിനിടയിലും ശ്രീലക്ഷ്മി മാഡവും സാരി എടുത്ത ശ്രീലക്ഷ്മി മാഡത്തിന്റെ സൗന്ദര്യവും ചർച്ചാ വിഷയമാണ്. സത്യമാണ് സാർ, സാരിയിൽ ശ്രീലക്ഷ്മി മാഡത്തെ കാണാൻ നല്ല ഭംഗിയാണ്. അതുകൊണ്ട് മാഡത്തെ തന്നെ മോഡലാക്കിയാൽ നന്നായിരിക്കും. ചേട്ടായി, ശ്രീലക്ഷ്മിക്ക് സമ്മതമാണെങ്കിൽ ഇത് നല്ലൊരു ഐഡിയ ആണെന്നാ എനിക്ക് തോന്നുന്നത്. അയ്യോ സർ, ഞാൻ മാഡം പ്ലീസ് നോ പറയരുത്. മാഡം നോ പറയരുത്. നോ പറയരുത് പ്ലീസ്, പ്ലീസ് മാഡം. ശ്രീലക്ഷ്മി, ഇവരെല്ലാം ആഗ്രഹിക്കുന്നല്ലേ. കം ഓൺ. ബട്ട് സർ, സാറിന്റെ അഭിപ്രായം, സാറിന്റെ ഒപ്പീനിയൻ എന്താ സർ? അത് പറഞ്ഞില്ലല്ലോ. തനിക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ, സാറിന് സന്തോഷമാണെങ്കിൽ എനിക്ക് സമ്മത. So we decided that Srilakshmi will be our new model for Rajandhani sarees. Agreed? സർ, സാന്ദ്ര മേഡം ഇരിക്കും. ഞാൻ ക്യാബിനിൽ വന്നിരുന്നു, മാഡത്തിനെ തിരക്കി, അപ്പൊ കണ്ടില്ല. റണ്ണിംഗ് പ്രോജക്ടിന്റെ ആഡ് ഷൂട്ടിങ്ങിനെ കുറിച്ച് മീറ്റിംഗ് ആയിരുന്നു. ഓ, അല്ല, സാറിനെ അങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. മനസ്സിന് നല്ല സുഖമില്ല സാന്ദ്ര മേഡം. ആ, ഒരു കണക്കിന് വരാത്തത് നന്നായി. ഒരുമാതിരി ചീപ്പ് ഡ്രാമ കാണേണ്ടി വന്നില്ലല്ലോ. ഡ്രാമയോ? പിന്നല്ലാതെ. രാജനന്ദിനി സാരീസിന്റെ ആഡ് മോഡലിനെ തിരഞ്ഞെടുത്തു. ലോകം മുഴുവൻ അറിയുന്ന ഒരാളാ സെലിബ്രിറ്റി. ബെല്ല ഹാഡിനും ടൈലർ ഹില്ലും ഐശ്വര്യ റോയും ഒന്നും അല്ല. കേട്ടാ ചിലപ്പോ സാറ് ഞെട്ടും. ഞെട്ടൂന്ന് മാത്രമല്ല, തല കറങ്ങി വീഴുകയും ചെയ്യും. നീരേറ്റ് കോളനിയിൽ സുദർശനന്റെ മോൾ ശ്രീലക്ഷ്മി. എങ്ങനെയുണ്ട്?
പൊന്ന് രാജാറാം സാറേ, എനിക്ക് മനസ്സിലാവാത്തത് ഇതൊക്കെ അവർക്ക് വീട്ടിലിരുന്ന് തന്നെ അങ്ങ് തീരുമാനിച്ച പോരെ. ഞങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി എന്തിനാ ഈ നാടകം? സെലിബ്രിറ്റി മോഡലിനെ വെക്കാത്തതിന്റെ കാരണമാണ് അതിലും രസം. അഡ്വർടൈസ്മെന്റ് കാണുന്നവരുടെയൊക്കെ ശ്രദ്ധ സാരിയിലായിരിക്കില്ല, സെലിബ്രിറ്റിയുടെ മുഖത്തായിരിക്കും പോലും. അവളുടെ എക്സ്പ്ലനേഷൻ എങ്ങനെയുണ്ട് രാജാറാം സർ? അവൾ എന്താ കരുതിയിരിക്കുന്നത്? കോളനി ബുദ്ധിയാണ് എല്ലാവർക്കും ഒന്നോ? മാഡം പഴയ പോലെ വീണ്ടും തുടങ്ങുവാണെന്ന് തോന്നുന്നു. ഞാനായിട്ടൊന്നും തുടങ്ങണ്ട രാജാറാം സർ. വാലിന് തീ പിടിച്ചതുപോലെ ഒരാളിപ്പോ ഈ ഓഫീസിലുണ്ട്. അവരായിട്ട് തന്നെ എല്ലാം ചെയ്തോളും. ഇപ്പോഴത്തെ എന്റെ ബോസ് രേഖ മാം. ഞാൻ കരയിൽ നിന്ന് കളി കണ്ടാ മാത്രം മതി, കളിക്കളത്തിൽ അവര് രണ്ടുപേരും ഇപ്പൊ ഉണ്ട്. രണ്ടിലാരില്ലാതായി തീരുമെന്ന് മാത്രം ഇനി അറിഞ്ഞാ മതി. ആരായാലും സാൻഡ്രയ്ക്ക് സമമാ. അല്ല, രാജാറാം സർ എന്നെ തിരക്കി ക്യാബിനിൽ വന്നിരുന്നു എന്ന് പറഞ്ഞത് എന്തിനായിരുന്നു? മാഡത്തിന് വർമ്മൻ കുടുംബത്തിലെ ആളുകളോട് ഇത്രയും ശത്രുതയുള്ള സ്ഥിതിക്ക് ഇനി അത് പറയണോ വേണ്ടയോ എന്ന് ഞാൻ ഒന്നുകൂടെ ആലോചിക്കട്ടെ. വർമ്മൻ കുടുംബത്തെക്കുറിച്ചായിരുന്നു പറയാനുണ്ടായിരുന്നത്. അതും ഒരു സഹായം. ശത്രുതയുണ്ട് രാജാറാം സർ. അത് ആ വീട്ടിൽ വലിഞ്ഞു കയറി വന്ന രണ്ടെണ്ണത്തിനോടാ. അല്ലാതെ അമ്മയ്ക്ക് തുല്യമായിട്ട് ഞാൻ കാണുന്ന ഗായത്രി അമ്മയോടോ സാൻഡ്ര ഈ നിലയിൽ ഇവിടെ വരെ എത്തിച്ച രവിസാറിനോടോ ഒന്നുമല്ല. ആ കുടുംബത്തിനോടും ഈ ഓഫീസിനോടും ഒക്കെ സാൻഡ്രയ്ക്ക് തീരാത്ത കടപ്പാടാണുള്ളത്. ആ വീട്ടിൽ എനിക്ക് എപ്പോഴും കയറി ചെല്ലാനും അവിടെയുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയാനുമുള്ള സ്വാതന്ത്ര്യം അമ്മയും രവിസാറും എനിക്ക് മുന്നേ പതിച്ചു തന്ന ഒരു പരമാധികാരമാണത്. അത് രേഖയും ശ്രീലക്ഷ്മി എന്ന രണ്ട് പിശാചുക്കൾ വിചാരിച്ചാ അതിലൊരനക്കവും സംഭവിക്കാൻ പോകുന്നില്ല. പറയണ രാജാറാം സാർ, ഞാൻ ആ കുടുംബത്തിന് വേണ്ടി എന്ത് സഹായമാണ് ചെയ്തു തരേണ്ടത്? എന്ത് വേണേലും പറയാം. എനി പ്രോബ്ലം? യെസ്, there is a very serious problem. നമുക്ക് അറിവ് വെച്ച പ്രായം മുതൽ ഫാമിലിയും ബിസിനസ്സും ലൈഫും ഇവ മൂന്നും വർമ്മൻ ഫാമിലിയാണ്. രാജനന്ദന്റെ വിലാസമാണ്. ഇന്നലെ GD ജയിലിൽ ചാടി. ഇനിയുള്ള ഓരോ നിമിഷവും നമ്മൾ കരുതിയിരുന്നേ മതിയാവും.